നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 12/01 മീനം 2026 നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. സൂര്യ സംക്രമണം 2026 മീനമാസ ഫലം. കുംഭം രാശിയിൽ നിന്നും 15 നാഴിക 28 വിനാഴിക ചെല്ലുമ്പോൾ സൂര്യൻ മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ സമയത്തെ ഗ്രഹനില പ്രകാരം മിഥുനത്തിൽ വ്യാഴവും, ചിങ്ങത്തിൽ കേതുവും, മകരത്തിൽ ചന്ദ്രനും, കുംഭത്തിൽ കുജൻ, ബുധൻ, രാഹു എന്നിവരും, മീനത്തിൽ ശനി, ശുക്രൻ എന്നിവരും സഞ്ചരിക്കുന്നു. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് കാത്തിരിക്കുന്നത്. അനാവശ്യ കൂട്ടുകെട്ടുകൾ മൂലം സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടാം. എങ്കിലും പല തടസ്സങ്ങളെയും മറികടക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും. അലസതയും അലച്ചിലും പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കാം. കുടുംബത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കോ വിയോഗങ്ങൾക്കോ സാധ്യതയുണ്ട്. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ തെളിയും. വരവും ചെലവും തുല്യമായിരിക്കും. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ യോഗമുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകേരം ആദ്യ പകുതി ഭാഗം. അനുകൂലമായ പല മാറ്റങ്ങളും ഈ മാസത്തിൽ സംഭവിക്കും. ധനലാഭം, ഭാഗ്യാനുഭവങ്ങൾ, ഉന്നത സ്ഥാനലബ്ധി എന്നിവ പ്രതീക്ഷിക്കാം. പ്രണയബന്ധങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും പരീക്ഷകളിലും മികച്ച നേട്ടം കൈവരിക്കാനാകും. കല, രാഷ്ട്രീയം, സാംസ്കാരികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കരിയറിൽ വലിയ വളർച്ച ഉണ്ടാകും. കുടുംബത്തിൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മിഥുനം രാശി മകരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സമ്മിശ്രമായ അനുഭവങ്ങളുടെ മാസമാണിത്. പുതിയ ജോലി തേടുന്നവർക്ക് അർഹമായ അവസരങ്ങൾ ലഭിക്കും. പഴയ വാഹനങ്ങൾ വിൽക്കാനും പുതിയവ വാങ്ങാനും സാധിക്കും. കണ്ടകശനി നിലനിൽക്കുന്നതിനാൽ ചില അശാന്തികൾ അനുഭവപ്പെട്ടേക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ബാങ്ക് ലോണുകൾ അനുഭവിച്ചു കിട്ടും. രാഷ്ട്രീയക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കൈവരും. പ്രണയബന്ധങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. വെല്ലുവിളികൾ നിറഞ്ഞ മാസമാണിത്. കടുത്ത കോപം നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ കാരണമാകും. അമിത ആഡംബരം സാമ്പത്തിക ക്ലേശങ്ങളും ഉണ്ടാക്കാം. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അപ്രീപ്തി സമ്പാദിക്കാതെ ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. വിദേശത്തു നിന്നും തൊഴിൽ കരാറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങൾക്കോ വലിയ നവീകരണ പ്രവർത്തനങ്ങൾക്കോ ഈ സമയം അത്ര അനുയോജ്യമല്ല. ചിങ്ങം രാശി മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. ഏത് കാര്യത്തിലും വ്യക്തമായ പ്ലാനിംഗ് ഇല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുണ്ട്. വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി വിഘ്നങ്ങളെ മറികടക്കാൻ സഹായിക്കും. അപ്രതീക്ഷിതമായി പണം കൈവരും. എങ്കിലും ശത്രുശല്യമോ നിയമപരമായ പ്രശ്നങ്ങളോ നേരിടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. അഗ്നിഭയം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. ബിസിനസ്സിൽ പങ്കാളിത്തമുള്ളവർക്ക് പ്രതീക്ഷ ലാഭം ലഭിക്കണമെന്നില്ല. കുടുംബത്തിൽ സ്വസ്ഥത കുറയാൻ ഇടയുണ്ട്. ജോലി ഭാരവും യാത്രാക്ലേശവും വർദ്ധിക്കും. പങ്കാളിയുമായുള്ള തർക്കങ്ങൾ വഷളാകാതെ നോക്കണം. ഉദര സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ ചികിത്സയിൽ ശ്രദ്ധിക്കണം. പുതിയ ബിസിനസ് തുടങ്ങാനോ വിദേശ യാത്രയ്ക്കോ ഉള്ള ശ്രമങ്ങളിൽ തടസ്സങ്ങൾ നേരിടാം. ക്ഷമയോടെയുള്ള സമീപനം അനിവാര്യമാണ്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ശത്രുക്കളുടെ മേൽ വിജയം നേടാനും മാന്യത നിലനിർത്താനും സാധിക്കും. സാമ്പത്തിക പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. തൊഴിൽ മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയും. കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം. ഭാഗ്യവും ദൈവാധീനവും ഈ മാസത്തിൽ ഉടനീളം തുണയ്ക്കും. പുതിയ ഭൂമിയോ ആഭരണങ്ങളോ വാങ്ങാൻ യോഗമുള്ള സമയമാണിത്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. മക്കളുടെ കാര്യത്തിൽ ചെറിയ ആശങ്കകൾ ഉണ്ടായേക്കാം. സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ പ്രശ്നത്തിൽ ഇടപെടുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഭൂമി ഇടപാടുകളിൽ കാലതാമസവും നേരിടാം. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. പുതിയ ജോലി ലഭിക്കാനായി അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. മാനസിക പിരിമുറുക്കം അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. മാസത്തിന്റെ ആദ്യ പകുതിയിൽ തടസ്സങ്ങളും മനക്ലേശങ്ങളും നേരിടാം. അനാവശ്യ സൗഹൃദങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഭൂമി നഷ്ടപ്പെടാനോ ലഹരിയോടുള്ള താല്പര്യം കൂടാനോ സാധ്യതയുണ്ട്. എന്നാൽ മാസപകുതി കഴിയുന്നതോടെ കാര്യങ്ങൾ അനുകൂലമാകും. പുതിയ വീട്, വാഹനം എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും.
പ്രണയ സാഫല്യവും സാമ്പത്തിക നേട്ടവും ആരോഗ്യവർദ്ധനവും മാസാവസാനം പ്രതീക്ഷിക്കാം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കഴിവുകൾ പ്രകടിപ്പിക്കാൻ മികച്ച അവസരങ്ങൾ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമില്ലാതെ ജോലി പൂർത്തിയാക്കാൻ സാധിക്കും. മേലധികാരികളുടെയും സഹോദരങ്ങളുടെയും പിന്തുണ ലഭിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. രാഷ്ട്രീയക്കാർക്ക് ജനസമ്മതി വർദ്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും തിളങ്ങാൻ സാധിക്കുന്ന കാലയളവാണിത്. ഗൃഹനിർമ്മാണം പുരോഗതി പ്രാപിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അകാരണമായ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാം. സംസാരം മൂലം ഗുണവും ദോഷവും ഒരുപോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യ കൂട്ടുകെട്ടുകൾ സാമ്പത്തിക നഷ്ടത്തിന് വഴിവെക്കും. എന്നാൽ എഴുത്തുകാർക്കും അഭിഭാഷകർക്കും കരിയറിൽ പ്രശസ്തി ലഭിക്കും. സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷം തോന്നും. സാമ്പത്തിക ലഭ്യതയിൽ ചില കുറവുകൾ അനുഭവപ്പെടാം. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ജന്മരാശിയിൽ സൂര്യനും ശനിയും നിൽക്കുന്നതിനാൽ ചില ദുരിത അനുഭവങ്ങൾ നേരിടാം. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ തോന്നുന്നത് ആത്മബലം കുറയ്ക്കാം. ചെലവുകൾ നിയന്ത്രിച്ചില്ല എങ്കിൽ കടബാധ്യതകൾ വർദ്ധിക്കും. കണ്ണുകൾക്കും ഹൃദയത്തിനും ഉഷ്ണരോഗങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം. എങ്കിലും ശുക്രന്റെ സ്വാധീനം മൂലം പ്രണയ സാഫല്യം ഉണ്ടാകും. മാസപകുതിക്ക് ശേഷം സാമ്പത്തിക നിലയിൽ പുരോഗതി ഉണ്ടാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.